ജോർജ് കുട്ടിയെ പോലെയാണ് എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം, തെറ്റ് പറ്റാം. അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു പോകാനുള്ള അതൊരു സുഖമാണല്ലേ. ഉള്ളിലൊരു പെടച്ചിലുണ്ടാണ്, അത് പുറത്ത് ഞെട്ടലായിട്ട് വേണ്ട എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കുന്നത് കറക്റ്റ് കഥ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒരു മൂവിന് ഇത് തന്നെ ജോർജ് കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ. പക്ഷെ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഇയാൾ എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ്. ഒരുപക്ഷെ ജോർജ് കുട്ടി പറഞ്ഞു നീ ഇങ്ങനെ ഒന്നും പറയരുത്, ആവശ്യമില്ലാത്തൊക്കെ പറയരുത് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിൽ വളരെ മര്യാദയ്ക്കാണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എൻ്റെ ലൈഫ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ സഹായിച്ചവർ ചിലപ്പോൾ എന്നെ സഹായിക്കണമെന്നില്ല, പക്ഷേ എനിക്കൊരു ക്രൈസിസ് വരുമ്പോൾ എന്നെ സഹായിക്കാൻ എവിടുന്നെങ്കിലും ആൾക്കാർ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കാം. ബീഹാറിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ രാജസ്ഥാനിലുള്ള ആൾക്കാർ പ്രതീക്ഷിക്കാത്തൊരു ഫാമിലി വന്ന് വിളിച്ച് ദൃശ്യം 3 കമ്മിങ് എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചു ഏതാ കണ്ടെന്ന് ചോദിച്ചാൽ അവരെല്ലാം മലയാളം കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾ മലയാളം കണ്ടു, നമ്മൾ ഹിന്ദി അല്ല അത് കാണും, പക്ഷേ വി വാണ്ട് ടു വാച്ച് മലയാളം. നേരെ ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ഹയത്തിൽ താമസിക്കുമ്പോൾ അവിടെ അഫ്ഗാൻ പ്ലെയേഴ്സ് എൻ്റെ നേരെ കൈ കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ശാന്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ദൃശ്യത്തിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളി കണ്ടിരിക്കുന്ന മലയാളം വേഷനാണ്, അഫ്ഗാൻ ക്രിക്കറ്റ് പ്ലെയറാണ്. മലയാളത്തിൽ ചെയ്തതിന് ശേഷമാണ് യു ഗെറ്റ് ദാറ്റ് പ്രോപ്പർ ഷീസ് ആൻ ആക്ടർ എന്ന് പറയുന്ന അംഗീകാരം. അത് നമ്മൾക്ക് മലയാളത്തിൽ ചെയ്താലേ കിട്ടും. ശ്രീലങ്ക ചെയ്ത ആദ്യത്തെ ആക്ടർ ഒരു ജീപ്പ് ഓടിച്ചുകൊണ്ട് ആനയിൽ ഇടിച്ചിട്ട് ഇയാൾ വെച്ചു ഒരു ആക്സിഡന്റ് വന്നു. അപ്പൊ രണ്ടാമത്തേതിൽ ജോർജ് കുട്ടി വേറെ ആളെ വെച്ച് ചെയ്ത് അത് സൂപ്പർ ഹിറ്റാണ്. നേര് 2, നേര് 3 അല്ലേ? ഇതാണ് നിങ്ങളുടെ പരിപാടി എന്ന് ആൾക്കാർ പറയും. ജോർജ് കുട്ടി നാലാമത്തേല് വേറെ ആള് വേണമെങ്കിൽ നമുക്കത് വേണം. ഹായ്, നമ്മളെല്ലാവരും ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം 3യുടെ ടീമാണ് ഇന്ന് റിപ്പോർട്ടർ ഫിലിംസിനൊപ്പം ചേരുന്നത്. സംവിധായകൻ ജിത്തു ജോസഫ് ഉണ്ട്, മോഹൻലാലുണ്ട്, മീനയുണ്ട്. സ്വാഗതം. ഈ ദൃശ്യം 3യുടെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്ന സമയത്ത് ദൃശ്യം 1ലെ 2 സീനുകൾ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ടായിരുന്നു. അതിലൊന്ന് ജിത്തു സാർ തന്നെ ദൃശ്യം ഇറങ്ങിയ സമയത്ത് പറഞ്ഞതാണ്. അതായത് ഓഗസ്റ്റ് 2 പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന സമയത്ത് മോഹൻലാൽ സാറ് ജോർജ് കുട്ടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആവുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത് എസ്തർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, അതായത് സഹദേവൻ ജോർജ് കുട്ടിയുടെ മുഖത്തേക്ക് ചവിട്ടിയതിന് ശേഷം ഫാമിലി മുഴുവൻ പേടിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയും റാണീനെയും ഒക്കെ നോക്കിയിട്ട് ചിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അത് വെങ്കിടേഷ് സാർ അദ്ദേഹം പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും റിക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയിലുള്ള സീനാണ് ദൃശ്യം 1ലെ. ഇത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ആദ്യത്തെ സീനിൻ്റെയും രണ്ടാമത്തെ സീനിൻ്റെയും, സാർ ആ മാജിക് എങ്ങനെയാണ്? അല്ലെങ്കിൽ അതായത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത് തന്നെയാണോ സാർ അത് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്ന് ആ നിമിഷത്തിൽ സംഭവിച്ചതാണോ ഈ രണ്ടും? ആ മുഖത്ത് വിരിഞ്ഞ ചിരിയും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഉൾക്കിടലും. അല്ല, അതിലിപ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റിൽ ചില ഇത്തരം റിയാക്ഷൻസ് ഒന്നും എഴുതാൻ പറ്റില്ല. അതൊരു പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടർ പറയാം, വേണമെങ്കിൽ നിങ്ങൾ ഈ സമയത്തൊന്ന് ചിരിക്കുമെന്ന് പറയാം. അത് നമ്മൾ ആ സീനൊക്കെ അതിൻ്റെ ഒരു എനിക്കൊന്ന് ടുവേഴ്സ് എൻഡിലൊക്കെ എടുത്ത സീൻസാണ്. അപ്പോഴത്തേക്ക് ആ ക്യാരക്ടർ ഗ്രോ ചെയ്ത് കഴിഞ്ഞു. അയാളുടെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കും, അല്ലെങ്കിൽ ഡയറക്ടർക്ക് കൂടുതൽ മനസ്സിലാകാൻ സാധിക്കും. അപ്പം ഇതിൽ ആ ചിരിയിൽ അയാളും കൂടെ പേടിച്ചു കഴിഞ്ഞാൽ ആ ഫുൾ ഫാമിലി തകർന്നു പോകും. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്, എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അത് അന്ന് അതിൽ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചിരിച്ചു എന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ എങ്ങനെ ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ആ ഒരു പൊസിഷനിൽ ഒരു മാജിക് ഇഫാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ഒരു പൊസിഷനിൽ വന്നാൽ എങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുന്നൊരു. പക്ഷേ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾ അതിനെ വളരെ ഇൻ്റലിജൻ്റായിട്ട് കൈകാര്യം ചെയ്തു. മറ്റേതും അറിയാതെ സംഭവിക്കുന്ന ഒരു ഞെട്ടലാണ്. അതിപ്പം ഒരു ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും ചെയ്താലേ അറിയുള്ളൂ. അയാൾ ഞെട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞെട്ടിക്കഴിഞ്ഞാൽ വൃത്തികേടല്ലേ. അപ്പോൾ അകത്തൊരു ഉൾക്കിടിലം എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ എഴുതി വയ്ക്കാം. അതെങ്ങനെ അത് റിയാക്ട് ചെയ്യണമെന്നത് ആ സമയത്ത് നമുക്ക് വരുന്ന ഒരു റിഫ്ലക്സാണ്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ജിത്തു പല ഇൻ്റർവ്യൂവിലും പറഞ്ഞാൽ ജോർജ് കുട്ടി റിഫ്ലക്സിൽ ജീവിക്കുന്ന ഒരാളാണ്. ഭയങ്കര റിഫ്ലക്സാണ് അയാൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമാനൊന്നുമല്ല, ഒരു പെട്ടെന്നുള്ള റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു 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 എപ്പോഴും അവർ പറയാറുണ്ട്, നമുക്കൊരു എന്താ പറയേണ്ട, ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കോശങ്ങൾ തുറക്കുന്നതാണ് പറയുന്നത്. അതൊരു രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ്.
അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ജോർജ് കുട്ടി കൈകാര്യം ചെയ്തു. കാര്യം അയാളുടെ ഒരു മോശമായ അല്ലെങ്കിൽ ഒരു റോങ് എക്സ്പ്രഷനിൽ ചിലപ്പോൾ ഈ ദൃശ്യം അവിടെ നിന്ന് പോകും. ആ കഥാപാത്രവും ആ സിനിമയിൽ നിന്നു. കാര്യം അയാളെ പിടിക്കപ്പെടും. ആ പിടിക്കപ്പെടാതിരിക്കാൻ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പക്ഷേ എഴുതി വയ്ക്കാം, അത് ഒരു പക്ഷേ എഴുതി വയ്ക്കാതെ ആ ക്യാരക്ടറിലൂടെ നമുക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിന് വന്ന് അത് പറയും അങ്ങനല്ല, നമുക്കിങ്ങനെയാണ് വേണ്ടത്. അപ്പം അങ്ങനെ പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ട്, അല്ലെങ്കിൽ അത് നന്നായി എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. അത് അപ്പോൾ വരുന്ന ചില റിഫ്ലക്സുകളാണ്. അത് ജോർജ് കുട്ടിയെ പോലെ തന്നെയാണ്. അപ്പം നമുക്ക് പെട്ടെന്നൊരു റിഫ്ലക്സ് വരുന്നതാണ് ചെയ്തു പോകുന്നത്. ജിത്തു സാറിന് അല്ല, ഇത് എൻ്റെ അഭിപ്രായമാണ്. ഇനി ജിത്തുവിന് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. എന്താ പറയാനുള്ളത് ആ 2 സീനിനെയും പറ്റിയിട്ട്? അല്ല, അതിനകത്ത് ലാസർ പറഞ്ഞല്ല, മറ്റേ ചിരിക്കുന്ന ചില ഇത് കിട്ടിക്കുമ്പോൾ വേദന കലർന്നൊരു ചിരിന്ന് എഴുതി വെച്ചിരുന്നു. പക്ഷെ അത് ഇപ്പോൾ എഴുതി വെച്ചതുപോലെ അതുപോലെ തരണം ആക്ടർ ഇതാണ്. നമുക്കത് ചുമ്മാ എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മറ്റേതിനെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് അതിന് എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് വ്യക്തമായൊരു ധാരണയില്ല. എനിക്ക് ഇത്ര അറിയാം, അത് പുറമേ കാണാൻ പാടില്ല. ആ ഞെട്ടൽ പുറമേ കാണാൻ പാടില്ല. ഞാൻ സാർ ഓർക്കുന്നുണ്ടോ, ഞാൻ സാറേ നമുക്ക് ഞെട്ടൽ വേണ്ട, പക്ഷേ ഉള്ളൊന്ന് പെടയൽ ഉള്ളിൽ ഒന്ന് പെടച്ചു, അത് പുറമേ കാണരുത്. കാരണം അവിടെ പോലീസുകാരൻ ഇരിപ്പുണ്ട്. കാരണം അതിലിങ്ങനെ ഞെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ ഇത് കണക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. കാരണം എനിക്കും അറിയില്ല അതെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന്. എനിക്ക് ഇത് പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഉള്ളിലൊരു പെടച്ചിലുണ്ടാണ്, അത് പുറത്ത് ഞെട്ടലായിട്ട് വേണ്ട എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടെന്ന് കറക്റ്റ് സാറേ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, ഇത് തന്നെ വേണ്ടത് എന്ന് പറയുന്നൊരു സാധനം. ഇപ്പം റാണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റാണി ദൃശ്യത്തിൻ്റെ ഒരു ഇന്നസെൻസ് ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. റാണിയാണ് ഇപ്പം ദൃശ്യം 1-ൻ്റെ സമയത്ത് ഈ August 2 പെട്ടെന്ന് പറഞ്ഞു പോകുന്നതും, ദൃശ്യം 2-ൽ വന്ന സമയത്ത് ആ പോലീസുകാരിനെ ലൈക്ക് ഷീ കംപ്ലീറ്റ്ലി അങ്ങനെ ജോർജ് കുട്ടി എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റായി വരുമ്പോൾ റാണി ഇടയ്ക്കൊന്ന് സ്ലിപ്പാവും. ഇപ്പം 3-ലേക്ക് വരുന്ന സമയത്ത് റാണിയ ഇത്രയും വർഷമായല്ലോ, ഇപ്പം റാണിയുടെ ഉള്ളിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. റാണിയ ഇന്നസെൻസ് വിട്ടിട്ട് ലൈക്ക് കുറച്ചും കൂടെ ഒരു കണ്ണിങ് ഫേസിലേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞു. ഹൗസ് ദൃശ്യം 3-ലെ റാണി എങ്ങനെയാണ് നമുക്ക് മുമ്പിൽ എത്തുന്നത്? റാണി ബേസിക്കലി ഒരു പാവം ഒരു പെണ്ണാണ്. സോ എന്തായാലും ഫാമിലി മോളുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അവളുടെ ഒരു അമ്മയുടെ ഒരു എന്താ പറയുക, ദ പ്രൊട്ടക്റ്റീവ്നെസ് എന്തായാലും അത് ഉണ്ടാവും. പിന്നെ മോള് നന്നാവണം, അവരുടെ ഭാവി നന്നാവണം, അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു റെഗുലർ അമ്മയാണ്. ആൻഡ് അതേപോലെ വെരി പ്രൊട്ടക്റ്റീവ് മദറാണ്. ആൻഡ് എന്ത് ഇന്നസെൻറ്റ് ആയാലും സംടൈംസ് ആ റിഫ്ലെക്സ് പറയുന്നത് പോലെ മോക്ക് അവരുടെ ജീവിതം അങ്ങനെ വരുമ്പോൾ, സീരിയസ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ റിഫ്ലെക്സ് ആയിട്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അത് ഇറ്റ് കംസ് നാച്ചുറലി അല്ലേ, നമുക്ക് ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം, ഇറ്റ് ഡസൻ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ഇറ്റ് റിഫ്ലെക്സ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ക്യാരക്ടർ അങ്ങനെ ഉണ്ട്. അത് 13 ഇയേഴ്സിൽ കൂടെ ആ ഫാമിലി മുഴുവൻ വളർന്നിരിക്കും, അതൊരു ഇവോൾവ് ചെയ്യുന്നതാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഒരു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷേ ജോർജ് കുട്ടി പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയരുത്, ആവശ്യമില്ലാത്തതൊക്കെ പറയരുത്, എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിൽ വളരെ മര്യാദയ്ക്കാണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. അവർക്കും ഇതിൻ്റെ എപ്പോഴായാലും ഒരു ഫിയർ കോംപ്ലക്സ് എല്ലാവർക്കും ഉണ്ട്. അതാണ് ശരി. 13 വർഷം കഴിഞ്ഞിരിക്കുന്നു, കുട്ടികൾ വലുതായി, കുട്ടികൾ പല ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി, അമ്മയടുത്തും ചോദിക്കാം അല്ലേ. രണ്ടാമത്തെ കൊച്ച് ഭയങ്കര കുറച്ചുകൂടെ ഓവർ സ്മാർട്ടാണ്. കാര്യം ആദ്യത്തെ നമ്മുടെ മോൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, അവൾക്കൊരു സൈക്കാട്രിക് ഡിസോർഡർ ഉണ്ടായിട്ട്, ഒരു ട്രോമയിൽ നിന്നുണ്ടായിട്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ അവളൊരു സൈലൻറ്റ് ക്യാരക്ടറാണ്. അവർക്കും ഭയങ്കര ഗിൽറ്റാണല്ലോ, ഞാൻ കാരണമാണ് എന്നുള്ളൊരു ഗിൽറ്റ് ഉണ്ടാവും. ആ കുട്ടി വലുതായി, പിന്നെ അവരുടെ കല്യാണം, കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ്, ഒരു ട്രോമയിലൂടെയാണ് നടക്കുന്നത്. ഈ 13 വർഷം കൊണ്ട് അയാൾ സഫർ ചെയ്ത പോലെ ലോകത്താരും സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അയാൾക്കുള്ള ശിക്ഷ എന്നാണ് പറയുന്നത്. ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് അയാൾ ഏത് അറ്റം വരെയും പോകുമെന്ന് പറയുന്നതും ആദ്യ സിനിമയിൽ പറഞ്ഞത് കൊണ്ടാണ് രണ്ടാമത്തെ സിനിമ ഉണ്ടാകുന്നത്, മൂന്നാമത്തെ സിനിമ ഉണ്ടാകുന്നത്. അപ്പം അത് ഒരു പക്ഷേ ഈ 3 സിനിമയ്ക്ക് വേണ്ടി എഴുതിയതല്ല, അതൊരു വളരെ ജെന്യുവൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്.
അപ്പോൾ ആ ജെനുവിനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ആൾ അത് എങ്ങനെ അതിനെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കഥ. ഇപ്പോ പക്ഷേ ഇതിലും പറയുന്ന പോലെ ഹൈലി ഇമോഷണൽ ഫിലിമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാര്യം ഓക്കെ എല്ലാവർക്കും ഇമോഷൻസ്, ഇപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല, പക്ഷേ അവരുടെ ഏജ് അനുസരിച്ച് എല്ലാവർക്കും ഇയാൾക്ക് ഫിയർ വരാൻ തുടങ്ങാം, മറ്റവർക്ക് അറിയാനുള്ള ഒരു ഇൻക്വിസിറ്റീവ്നെസ്, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എല്ലാവർക്കും. കാര്യം നാട്ടുകാർക്കറിയാം, പോലീസിനറിയാം, പ്രേക്ഷകർക്കറിയാം, ഇവിടെ ഉള്ളവർക്ക് മാത്രം അറിഞ്ഞൂടാ ഇയാൾ എന്താ ചെയ്തിരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു ആഗനിയാണ്. ദൃശ്യം 1-ന്റെയും 2-ന്റെയും 3-ന്റെയും വന്നപ്പോൾ വീടിന്റെ ജനലിലൂടെ പിടിച്ചു നോക്കുന്നതാണ് എല്ലാത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു സീനായിട്ട് ഈ പ്രൊമോഷൻ ടീസർ ആയിക്കോട്ടെ ട്രെയിലർ ആയിക്കോട്ടെ അതിനകത്തൊക്കെ വന്നത്. അപ്പം ഇപ്പം അത് മൂന്നും വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ട്വിറ്ററിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ 3 തവണ ജോർജ് കുട്ടീനെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരുപാട് ഇതുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേൽ നോക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് ആദ്യത്തേൽ അയാളൊന്ന് പേടിച്ചിട്ടാണ് വരുണിൻ്റെ ഒരു സ്ഥലത്തേക്ക് നോക്കുന്നത്. രണ്ടാമത്തേൽ ആളെന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്. മൂന്നാമത്തേൽ എത്തുമ്പോൾ ആകെ ചെറിയ കണ്ണിലൊക്കെ ഒരു നനവ് കയറുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ തന്നെയാണോ? ഈ 3 പോസ്റ്ററിലൂടെയും ചിലത് കൺവേ ചെയ്യാൻ ജിത്തു ജോസഫ് എന്ന ക്രിയേറ്റർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? സത്യസന്ധമായിട്ട് പറയട്ടെ, ഇങ്ങനെയൊന്നുമില്ല. അല്ലല്ല, ഞാൻ ഈ 3 പുതിയുടെ ചെയ്ത് അങ്ങനെ ഒരു ആംഗിളല്ല, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. പക്ഷേ ഇതിനകത്ത് ഫസ്റ്റിനകത്ത് ആദ്യം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ആ നോക്കിയുന്നുണ്ട്, ഒരു ഡയലോഗ് പറയുന്നുണ്ട്. കാരണം അവിടെ കൊണ്ടേ കുഴിച്ചിട്ടിരിക്കുക, കുഴിയിലേക്ക് ഇമ്പോർട്ടന്റ് ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് നോക്കിയാൽ ആ കുഴിച്ചിട്ട സ്ഥലം കാണാം. അപ്പോൾ ഫസ്റ്റിനകത്ത് അതിങ്ങനെ എന്ന് പറയുമ്പോൾ ഓൾറെഡി റാണി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം പ്രശ്നം വെച്ചാൽ മകളടിച്ചു മരിച്ചു, പയ്യൻ മരിച്ചു, റാണി കൊണ്ടുപോയി അത് കുഴിച്ചിട്ടു, റാണിയും ഈ കേസിനകത്തൊരു അക്കംപ്ലിസ് ആവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോർജ് കുട്ടിയാവും. അപ്പം അവിടെ ഗ്രേവ് അതിലേക്ക് നോക്കിക്കൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഫാമിലിയെ, അതായത് ഫാമിലിയെ ഇല്ലാതാക്കി കളയും എന്നുള്ള രീതിയിൽ പറയുന്നത്. കാരണം അവർ പെട്ടു എന്നുള്ളൊരവസ്ഥയാണ്, അത് അങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അത് ശരിക്കും ഞാൻ അതിന് വേണ്ടി ഷൂട്ട് ചെയ്തത്. രണ്ടാമതെന്ന് പറയുന്നത് എത്രയൊക്കെ പറഞ്ഞാലും അത് കുഴിച്ചിട്ടൊരു സ്ഥലമല്ലേ, അങ്ങോട്ട് നോക്കും. അതുപോലെ തന്നെ വേറെ നമ്മൾ സെക്കൻഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പോലീസിന് സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി ഇപ്പുറത്ത് ബെഡ്റൂമിന് ഇപ്പുറത്തൊരു ജനലുണ്ട്, ആ ജനലിൽ കൂടെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ക്രൈം നടന്ന സ്ഥലം, ആ ഒരു മുറി. ആ മുറി ഇപ്പോൾ അത് പൊളിച്ചൊക്കെ കളഞ്ഞു, പക്ഷെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. കാരണം നമ്മുടെ എല്ലാം മനസ്സിലാകും, നമ്മളൊരു ക്രൈം ചെയ്തിട്ടുണ്ട്, ആ സ്പോട്ട് കാണുമ്പോൾ നമ്മളൊന്നും നോക്കിപ്പോവും. അതുപോലെ തന്നെ ദൃശ്യം 2-ലുണ്ട്, നമ്മൾ ജോർജ് കുട്ടി ചായക്കടയിലേക്ക് കയറാൻ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാൻസ് ഉണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്, കാരണം അവിടെയൊക്കെ കിടക്കുന്നതെന്ന് ജോർജ് കുട്ടിക്ക് അറിയാം. അപ്പം അങ്ങനത്തെയൊക്കെ ചില ദിവസം, പക്ഷെ ഇത് 3 ഇങ്ങനെ ഒരേ അങ്ങനത്തെ പ്ലാനിലൊന്നും ചെയ്തു അല്ല. ആ ജനലൊരു ക്യാരക്ടറായി മാറിയെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതിൽ കൂടെ ആണല്ലോ ഈ രാവിലെ എണീക്കുമ്പോൾ കാണുന്ന സ്ഥലമല്ലേ, അത് നോക്കാതിരിക്കുക. അതാണ് ആ ഗിൽറ്റ് എന്ന് പറയുന്നത്. അതൊരു നരകം പോലെയാണ്, ഭയങ്കര വേദനാജനകമാണ്. അപ്പം അതിൽ അറിയാവുന്നത് ഇപ്പം കൊച്ചുമോക്കും അറിയായിരിക്കും, അറിയാം. അപ്പം എല്ലാവർക്കും അറിയാം. ഇതിലൊരു ഷോട്ട് ഉണ്ട്, അതിൽ നമ്മൾ നിങ്ങൾ ട്രെയിലറിൽ കാണാം, അത് അവരങ്ങ് ക്ലോസ് ചെയ്ത് കളയും ആ ജനലിലേക്ക് ഇട്ട്. അല്ല, അതല്ല, അത് ജോസിനെ കാണുന്നില്ല. അല്ല, ഓക്കെ, ഏതായാലും ജനലാണ്. ജനൽ എന്ന് പറയുന്നത് ഈ ജനലായിട്ട് വിചാരിച്ചോട്ടെ. അല്ല, ഇപ്പം ജോർജ് കുട്ടിയുടെ ഒപ്പം 3-ാമത്തെ തവണയാണല്ലോ വരുന്നത്. അപ്പം ഈ ക്യാരക്ടറിനൊപ്പം കുറേ നാളായി മനസ്സിലുണ്ടായിരിക്കും, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാറിനെ പറ്റി എപ്പോഴും കേൾക്കുന്ന കാര്യം, സാറ് ക്യാമറയും കട്ടിൻ്റെ ഇടയിൽ പലപ്പോഴും അഭിനയം അവസാനിപ്പിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ഇതൊരു 1-ാം ഭാഗം 2-ാം ഭാഗം 3-ാം ഭാഗം വരുന്ന സമയത്ത് നമ്മൾ ആ ക്യാരക്ടറിലേക്ക് തിരിച്ചു കയറുക എന്നൊക്കെ ഉള്ളത് എങ്ങനെയാ പ്രോസസ്സ് സാറിനെ സംബന്ധിച്ചിടത്തോളം? പ്രോസസ്സല്ലേ, നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞോ 2 ചെയ്യുമ്പോഴത്തേക്കൊക്കെ. ഇപ്പം ജോർജ് കുട്ടിയുടെ ഫാമിലി, നമ്മൾ പോകുന്ന ആ വീട് എല്ലാം എനിക്കറിയാം. ഓക്കെ, കാര്യം അയാളുടെ റൂം അറിയാം, അവരെന്താ രാവിലെ കഴിക്കാൻ പോകണമെന്നറിയാം, ടേബിൾ അറിയാം. ഇപ്പം ആ സിനിമ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അയാൾ വാ കഴുകിയിട്ട് നേരെ തിരിച്ചു പോയിട്ട് ഇപ്പം ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യും. കാര്യം അതൊക്കെ അപ്പം അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ആ വീടും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതുകൊണ്ട് ജോർജ് കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. പക്ഷെ അറിഞ്ഞുകൂടാത്തൊരു കാര്യം, ഇയാൾ എന്താണെന്നുള്ളത് എനിക്കറിയാം, ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ്. അയാൾ എങ്ങനെ പെരുമാറുന്നുള്ളത് ഇപ്പോൾ പോലും നമുക്ക് പറയാൻ പറ്റും. എന്നാലും ഇപ്പോൾ ഒരു ആക്ടറിനെ നമ്മളൊരു ക്യാരക്ടറായി മാറുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക വേണ്ടി, ഇപ്പോൾ പല ആക്ടേഴ്സും ഇപ്പോൾ ഹോളിവുഡിലുള്ള ചില ആക്ടേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊരു സീൻ ചെയ്യണേക്കാൾ മുമ്പ് ഇയാളുടെ പാസ്റ്റ് ഒരുപാട് എഴുതും, അല്ലെങ്കിൽ ഇയാളെ പറ്റി കഥാപാത്രത്തെ പറ്റി സിനിമയിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കാൻ ഒരു മെത്തേഡ് ഓഫ് ആക്ടിങ്ങിലുള്ള ആളല്ല. കാര്യം ഒരു 48 വർഷമായി, അപ്പോൾ അന്നും പോലും ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ചില ആൾക്കാർക്ക് സാധിക്കും, പക്ഷെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത്
നമ്മുടെ ഓരോരുത്തർക്കും ഓരോ തരത്തിലല്ലേ. പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് സ്ക്രിപ്റ്റ് വായിക്കും, എല്ലാം ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ ചെയ്യുന്ന അയാളുടെ വീട്ടിലേക്ക് തന്നെയാണ്. 13 വർഷം മുമ്പ് അതുണ്ടായപ്പോൾ പറഞ്ഞില്ലേ, ആ ജനൽ അറിയാം, ആ സ്ഥലം അറിയാം, എല്ലാ ഓർമ്മകൾ നമുക്കൊരു ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന പോലെയാണ്. അപ്പോൾ അതൊരു പിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അയാൾ ഇപ്പം ഈ സിനിമ കഴിഞ്ഞാൽ പോലും ഇനി എന്താണ് അയാൾ ചെയ്യാൻ പോണത് എന്നറിയാൻ പറ്റും. ഓക്കെ. ഇപ്പം മാമിനോട് ചോദിക്കാനുള്ളത്, റാണിയെ പറ്റി നമുക്കറിയാം, അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് നമ്മൾ റോസിലിൽ ശോഭയെ കണ്ടത്. അപ്പം ലാസ്റ്റ് സീൻ നമ്മൾ തീരെ വിചാരിച്ചില്ല, ആ മുടിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരു അതും അത്ര സ്ട്രോങ് ആയിട്ട് ആ കുട്ടി അങ്ങ് അടിക്കും എന്നുള്ളത് തീരെ വിചാരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്കത് കാണുന്ന സമയത്ത് പ്രേക്ഷകർ എന്നുള്ള രീതിക്ക് നമുക്ക് ആ മൊമെന്റിൽ തരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കിക്ക് ഉണ്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി വേറൊരാളായി പോയല്ലോ എന്ന്. അപ്പം ഒരു ആക്ടർ എന്നുള്ള രീതിക്ക് ശോഭ വന്ന സമയത്ത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ? ഡെഫിനറ്റ്ലി, ബിക്കോസ് ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ചില വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമല്ലേ. സോ ഡെഫിനറ്റ്ലി റോസ്ലിൻ വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം. So, but it's not related to Drishyam right now. So, അതെ, എനിക്ക് പല വേരിയേഷൻസ് കാണിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. സോ താങ്ക്സ് ടു ജീത്തു. യെസ്, അതും കൂടി സാറും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനത് അതിനെ പറ്റിയിട്ട് ചോദിച്ചത്. ജിത്തു ജോസഫ് എന്നുള്ളൊരു ഡയറക്ടർ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേർക്ക് സ്വന്തമായിട്ട് സിനിമയായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്നത് പോലെ തോന്നാറുണ്ട്. ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ. ഇപ്പം ദൃഢത്തിനെ അവതരിപ്പിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾക്ക് ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബിബിൻ ദാസിൻ്റെ അസോസിയേറ്റ്സ് ആണ് വാഴയുടെ പല ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത്. ബേസിൽ ജോസഫിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ ആയിട്ടുള്ളവർക്കൊക്കെ അവരൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അവരുടെ ഗുരുക്കന്മാരായിരുന്ന ആൾക്കാർ അവർക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ജിത്തു ജോസഫ് അത് ഭയങ്കര കോൺഷ്യസ്ലി എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണോ? എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കൊക്കെ സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യാൻ സാധിക്കണം, അതിന് എന്നാൽ കഴിയുന്നത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഡിസിഷനാണോ അത്? എൻ്റെ കൂടെ നിൽക്കുന്നല്ല, നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് ഇത് ചെയ്യണം. ഇപ്പം ഈ വിപിൻ തന്നെ അന്താക്ഷരിയുടെ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് OTT ബിസിനസ് ആകുന്നല്ലോ, ഒന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഞാൻ എനിക്ക് പടം കാണണം. സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഒരാളുടെ ലൈഫല്ലേ, ഒരാൾ എന്തോരം കഷ്ടപ്പെട്ട് ഒരു സാധനം ചെയ്യുന്നത്. നമുക്കും അറിയാലോ നമ്മളും ഒരു സിനിമ എന്നൊക്കെ എന്താ ആഗ്രഹിച്ചു. അന്ന് ഞാൻ അത് പ്രസൻസ് വെച്ചു, അത് കഴിഞ്ഞ് അത് OTT വിറ്റു, അത് ചെയ്തു. പിന്നെ കൂടെയുള്ളവർ, ഞാനിപ്പം കൂടെയുള്ളവർക്കെന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് തന്നെ, ഇപ്പം എൻ്റെ മോളാണ് അത് ഇത് ചെയ്യുന്നത്, ലൈൻ പ്രൊഡക്ഷൻ പോലെ. നമ്മൾ ഒത്തിരി കഥകൾ കേൾക്കുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഒന്നെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആർക്കെങ്കിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരിത്. കാരണം എനിക്ക് പലരും എന്നെ പല രീതിയിൽ പലയിടത്തുനിന്നും സഹായിച്ചിട്ടുണ്ട്. എൻ്റെ മദർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ലൈഫിൽ നമുക്ക് പറ്റുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കുക. അവർ ചിലപ്പോൾ തിരിച്ച് ഒന്നും ചെയ്തെന്ന് വരില്ല, പക്ഷെ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നിനക്ക് പല സ്ഥലത്തുനിന്ന് സഹായം വരും. എൻ്റെ ലൈഫിൽ അത് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ സഹായിച്ചവർ ചിലപ്പോൾ എന്നെ സഹായിക്കണമെന്നില്ല, പക്ഷേ എനിക്കൊരു ക്രൈസിസ് വരുമ്പോൾ എന്നെ സഹായിക്കാൻ എവിടുന്നെങ്കിലും ആൾക്കാർ വരും. അപ്പം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുക. അത് വേണ്ടേ, ആർക്കും ഒരാൾക്ക് തന്നെ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ എനിക്കതൊരു സെൻറ്റിമെൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണെങ്കിലും കഥ കൊണ്ട് വരുമ്പോൾ ഞാൻ പറയും, വീട്ടിലേക്ക് വരണം, മെയിലിട്ടാൽ എനിക്ക് കഷ്ടപ്പെട്ട് കാസർഗോഡ് നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ മെയിലിട്ടാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് തിരിച്ചടിച്ച് വരും, ബട്ട് സ്റ്റിൽ അത് നമുക്കൊരു സന്തോഷത്തിൻ്റെ ഭാഗം അത്രേ ഉള്ളൂ. ഈ ദൃശ്യം 2ൻ്റെ റിലീസ് OTT-യിലായ സമയത്ത് അതിന് 2 രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, ദൃശ്യം 2 തിയേറ്ററിലായിരുന്നെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വലിയ കളക്ഷനിൽ നേടാവുന്ന ഒരു ചിത്രമായിരുന്നു എന്ന് അത് വളരെ ഉറപ്പാണ്. നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരുന്നു. അപ്പം അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സൈഡുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ തന്നെ അത് OTT-യിൽ ഇറങ്ങിയത് കൊണ്ട് ഈ ദൃശ്യത്തിൻ്റെ ഹിന്ദി പതിപ്പ് ഭയങ്കര ഫേമസ് ആവും. ഇന്ത്യക്ക് പുറത്തൊക്കെ പലപ്പോഴും ദൃശ്യം ആദ്യം വന്നത് ഹിന്ദിയിലാണെന്ന് വരെ ചിലരൊക്കെ കരുതുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ OTT-യിൽ ദൃശ്യം 2 വന്നതോടുകൂടി ദൃശ്യം മലയാളത്തിലാണ് ഫസ്റ്റ് വന്നതെന്ന് കുറേ കൂടെ ഒരു പോപ്പുലർ, ലൈക്ക് മൂവി ബഫ്സിനൊക്കെ നേരത്തെ അറിയായിരുന്നു, കുറച്ചും കൂടെ പോപ്പുലർ സെൻസിൽ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളൊരു കാര്യം നടന്നു. അപ്പോൾ ഈ ദൃശ്യം 2ൻ്റെ OTT റിലീസിനെ നിങ്ങൾ 3 പേരും എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ ഒരു ലാർജർ എക്സ്പീരിയൻസ് ആണോ, അല്ലെങ്കിൽ തിയേറ്റർ മിസ്സായി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്? നമ്മൾ ആ സിനിമ, ദൃശ്യം എന്നൊരു സിനിമ അറിയപ്പെടാനോ അല്ലെങ്കിൽ മലയാള സിനിമ അറിയപ്പെടാനോ സഹായിച്ച ഒരു ഘടകമാണത്. യെസ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കോവിഡ് വന്നു, പിന്നെ OTT-യിൽ അത് സിനിമ വന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്രയും അറിയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം ഞാനൊക്കെ പുറത്തൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത്
ബീഹാറിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ രാജസ്ഥാനിലുള്ള ആൾക്കാർ, ജയ്സൽമീറിലുള്ള ആൾക്കാർ, നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഫാമിലി വന്ന് വിനിഷ് ദൃശ്യം 3 കമ്മിങ് എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചു ഏതാ കണ്ടെന്ന് ചോദിച്ചാൽ അവരെല്ലാം മലയാളം കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾ മലയാളം കണ്ടു, നമ്മൾ ഹിന്ദി അല്ല അത് കാണും, പക്ഷേ വി വാണ്ട് ടു വാച്ച് മലയാളം. അപ്പോൾ അത് ഒറിജിനൽ സിനിമ കാണുന്ന ഒരുപാട് പേരുണ്ട്, സബ് ടൈറ്റിൽ കാണും. അപ്പോൾ അതിനെ ഭയങ്കരമായി സഹായിച്ചു. അത് നമ്മൾ മനഃപൂർവ്വം എടുത്തൊരു ഡിസിഷനല്ല. അപ്പോൾ കോവിഡ് വന്നു, ഞങ്ങൾക്കപ്പോൾ സിനിമ ചെയ്യാതിരിക്കാം, പക്ഷേ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഫാമിലി ഉണ്ട്, അവർക്ക് ജോലിയില്ല. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ആൾ ഞാൻ 5, 6, 7 സിനിമ ചെയ്തു. പിന്നെ 2-3 സിനിമ OTTക്ക് വേണ്ടി ചെയ്തത് നമ്മൾ തിയേറ്റർ റിലീസ് ചെയ്തു. അതൊക്കെ അത് മോശമായിപ്പോയി. അല്ല, അതിപ്പോൾ ഒരു 100% ദൃശ്യം എന്നുള്ള സിനിമ OTTയിൽ വന്നതിൽ ഒരുപാട് ഗുണങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായി. അത് തിയേറ്റർ കളക്ഷനേക്കാളും കൂടുതൽ കേരളം അല്ലെങ്കിൽ മലയാള സിനിമയെ പുറം ലോകത്തേക്ക് എത്തിച്ചൊരു സിനിമ എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാം. ഞങ്ങൾ നേര് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ഹയത്തിൽ താമസിക്കുമ്പോൾ അവിടെ അഫ്ഗാൻ പ്ലെയേഴ്സ് ക്രിക്കറ്റ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ജിമ്മിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു അഫ്ഗാൻ പ്ലെയർ ശാന്തി മായാദേവി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഇങ്ങനെ സംസാരിച്ചിട്ട് എൻ്റെ നേരെ കൈ കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശാന്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ദൃശ്യത്തിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പുള്ളി കണ്ടിരിക്കുന്ന മലയാളം വേഷനാണ്, അഫ്ഗാൻ ക്രിക്കറ്റ് പ്ലെയറാണ്. ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മളും അന്ന് ഇത് OTTയിൽ ഇറങ്ങിയാലാണോ നല്ലത്, തിയേറ്ററിൽ ഇറങ്ങിയാണോ നല്ലത്? നമുക്കപ്പോഴും തിയേറ്ററാണ് ഇപ്പോഴും. ഈ സിനിമ അന്ന് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു, അത് തിയേറ്ററിൽ ഇറക്കിയില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ റിലീസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഗോവയ്ക്ക് പോകുമ്പോൾ കണ്ണൂർ വെച്ച് എനിക്ക് ആൻ്റണി ഒരു കോള് വരുന്നത്. എന്നോട് ആ സമയത്ത് അതിന് മുമ്പ് ഒരു ആൻ്റണി പറഞ്ഞു നമ്മൾ തിയേറ്ററിൽ ഇറക്കുന്നതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സെക്കൻഡ് വേവ് വരുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നു. ആ സമയത്ത് ദുബായ് എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ ഇതിങ്ങനെയാണ് സിറ്റുവേഷൻ, എന്താ ചെയ്യേണ്ടത്, ആമസോൺകാരൻ്റെ പുറകെ വരുന്നുണ്ട്, നല്ല രീതിയിൽ ഓഫറും പറഞ്ഞ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്, ഓൾറെഡി ആൻ്റണി വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം എടുത്ത് കൈവച്ചിട്ടിരിക്കുക, മനസ്സിലായോ? അത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം തൊട്ട് പുറകെ ഇത്. അപ്പം എന്നോട് ആൻ്റണി ഒരു കാര്യം പറഞ്ഞു, ഞാൻ 2 പേരോട് എനിക്ക് ഇതിനകത്ത് അഭിപ്രായം ചോദിക്കാതെ എടുക്കാൻ പറ്റില്ല, ഒന്ന് ലാൽ സാറിനോടും ഒന്ന് എന്നോടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആൻ്റണി എന്ത് തീരുമാനം എടുത്തോ എൻ്റെ കൂടെ ഞാനും ഉണ്ട്. എന്താണോ ആൻ്റണിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നു അത് ചെയ്തു. കാരണം നമുക്കറിയാം ഒരു പ്രൊഡ്യൂസറുടെ സ്ട്രഗിളും കാര്യങ്ങളും. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ ഈ സിനിമയുടെ വിധി അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് തന്നെ എഴുതുന്നത്. പക്ഷേ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് പോലെ അതിന് വേറൊരു ഇമ്പാക്റ്റ് കിട്ടി. അതാണ് ഈ പറഞ്ഞ പോലെ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലായിടത്തും. ഞാനന്ന് തെലുങ്കിൻ്റെ ഡിസ്കഷനുമായിട്ട് ഇവിടെ മറ്റേ ഹൈദരാബാദ് ഹോട്ടലിലേക്ക് അപ്പോൾ രാത്രി ഇത് ചെയ്യുന്നു. രാജുവിന് പൃഥ്വിരാജിൻ്റെ കോൾ വന്നിരുന്നു. രാജുവിന് സ്പെഷ്യൽ ഷോ കൊടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജു പറഞ്ഞു, ഞാൻ പടം കണ്ടു, നന്നായിട്ടുണ്ട്, അടിപൊളി, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞു വെച്ചു. ഞാൻ പിന്നെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് പോയപ്പോണ്ട് 650 വാട്സപ്പ് മെസ്സേജസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അറിയാവുന്നവരും എങ്ങനെയൊക്കെയോ നമ്പർ സംഘടിപ്പിച്ച് മെസ്സേജസ് വന്ന് കിടക്കുക. 650 മെസ്സേജസ്. അപ്പം അതായിരുന്നു അതിൻ്റെ ഒരു ഇത്. ഈ വൈഡ് റീച്ചിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ പനോരമയായിട്ടുള്ള ഒരു അസോസിയേഷനെ പറ്റിയും കൂടെ ചോദിക്കണമെന്നുണ്ട്. കാരണം ഇപ്പം അതിനെ പറ്റിയിട്ട് അത് മലയാളത്തിന് പുതിയ വാതിലുകൾ തുറക്കുകയാണെന്നാണ് അന്ന് ഞാൻ സാറിനെ വിളിച്ചിരുന്ന ഒരു സമയത്ത് പറഞ്ഞത്. അതേസമയം തന്നെ ഇപ്പം അതിനെ പറ്റിയിട്ട് നമ്മുടെ ഇപ്പം മലയാളത്തിലെ ഇപ്പം ആൻ്റണി പെരുമ്പാറ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിക്കുള്ള റൈറ്റ്സ് ഒക്കെ കുറച്ച് കർട്ടൈൽ ചെയ്യപ്പെടുന്നുണ്ടോ, OTT റൈറ്റ്സ്, തിയേറ്റർ സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് വാർത്തകൾ അതിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. അതിലൊരു ക്ലാരിഫിക്കേഷൻ തരാമോ? ലൈക്ക് പനോരമ നമ്മുടെ കയ്യിൽ തന്നെയാണോ ഫുള്ളായിട്ട് ഫിലിമിൻ്റെ റൈറ്റ് ചെയ്യുക? അതോ ലൈക്ക് ഈ ആക്ച്വലി അസോസിയേഷൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നതെന്ന്? അല്ല, അവര് തുടക്കം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തൊട്ട് അവർ ഇതിനകത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് ഹിന്ദി പാരലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വന്നു സ്ക്രിപ്റ്റ് വായിച്ചു, അവർക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചില ഏരിയയിൽ കേരളത്തിൽ വർക്കാകുന്ന പോലെ അവിടെ അവർക്ക് വർക്കാവത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആണെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർക്ക് അതങ്ങനെ. ഞങ്ങളത് ഇത് ചെയ്തു. അത് കഴിഞ്ഞ് പടം ഷൂട്ട് ചെയ്തുകൊണ്ട് തീരാറായപ്പോഴത്തേക്കുമാണ് ആൻ്റണി എന്നോട് വന്നിട്ട് അവരെൻ്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിക്കലും ഇതെല്ലാം കൂടി നല്ലൊരു ഇന്നേവരെ മലയാള സിനിമയിൽ നടക്കാത്ത ഒരു കൈൻഡ് ഓഫ് ഡീൽ അവർ ഓഫർ ചെയ്തു. അപ്പം ആസ് എ പ്രൊഡ്യൂസർ അതെന്തിനാണ് കളയുന്നത്? ആൻ്റണി ഇത് അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം അതിൻ്റെ റീമേക്ക് റൈറ്റ്സോ ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതിൻ്റെ ഇൻ്റർനാഷണൽ റീമേക്ക് റൈറ്റ്സും ബാക്കി ഡബ്ബിങ് ബാക്കി ലാംഗ്വേജിലെല്ലാം ആൻ്റണിയുടെ കയ്യിൽ തന്നെയാണ്. ഈ മലയാളത്തിൻ്റെ OTT അല്ലെങ്കിൽ അങ്ങനെയുള്ള തിയേറ്ററിക്കൽ അതെല്ലാം കൂടെ അതുമാതിരി ഒരു ഓഫർ കിട്ടുമ്പോൾ പിന്നെ ഇതിനകത്ത് കളയാൻ അത്രേ ഉള്ളൂ. നമ്മുടെ ഈ സിനിമ ഒരുപാട് അവർക്ക് ദൃശ്യമാണ് അവർക്ക് ലോകത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അവരെ കൊടുത്തിട്ടുണ്ട്. സാറിൻ്റെ അടുത്ത് ഫിലിപ്പൈൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഫിലിപ്പിനോ ലാംഗ്വേജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
അവരത് ചൈനയിൽ ചെയ്തു, അത് ഭയങ്കര ഹിറ്റായി. അപ്പം അപ്പോഴും കൊറിയൻ- അവർക്ക് കോവിഡ് വന്നു. കൊറിയൻ തുടങ്ങാൻ പോകുന്നു. കൊറിയൻ തുടങ്ങുന്നു. അത് സ്പാനിഷ്. സിംഗള ഭാഷയിൽ ഭയങ്കര ഹിറ്റാണ്. സ്പാനിഷ് അനൗൺസ് ചെയ്തു. സെക്കൻഡ്, അതായത് സിംഗള ഭാഷ അത് ശ്രീലങ്ക ചെയ്ത ആദ്യത്തെ ആക്ടർ ഒരു ജീപ്പ് ഓടിച്ചുകൊണ്ട് ആനയിൽ ഇടിച്ചിട്ട് ഇയാൾ മരിച്ചുപോയി. ഓ. ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പം രണ്ടാമത്തേതിൽ ജോർജ് കുട്ടി വേറെ ആളാ, വേറെ ആളെ വെച്ച് okay. വേറെ ആളെ വെച്ച് ചെയ്ത് അത് സൂപ്പർ ഹിറ്റാണത്. ആ. എല്ലാവർക്കും അറിയാം ആ ആക്ടർ മരിച്ചു പോയത്. പക്ഷെ ആ സിനിമ അവർ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ പറയായിരുന്നു. യെസ്, ആ ആ ക്യാരക്ടർ അത് ആദ്യത്തെ ആളല്ല, ഫാമിലിയൊക്കെ ആവാണ്. അതുപോലെ വേണം. ജോർജ് കുട്ടി നാലാമത്തേല് വേറെ ആള് വേണമെങ്കിൽ വേണം നമുക്കത് വേണം. അല്ല, ഞാൻ അതിനെ കൊണ്ടൊന്നും ഇടിക്കത്തില്ല. ഓക്കെ. പിന്നെ ഈ അടുത്ത് തന്നെ മാം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നമ്മൾ ഓരോ ലാംഗ്വേജിലും ആക്ട് ചെയ്യുന്നതിൽ ഒരു ഡിഫറൻസ്. മാം ആ ഫസ്റ്റ് മലയാളത്തിലേക്ക് വന്ന സമയത്ത് ഇത്ര മതി എന്ന് പറഞ്ഞത്, അത് ഉണ്ടാക്കിയ ഒരു ഷോക്കിനെ പറ്റിയും പറഞ്ഞിരുന്നു. ഇപ്പൊ ദൃശ്യത്തിന്റെ ഓരോ പതിപ്പിലും അഭിനയിച്ചല്ലോ, അപ്പം അപ്പോഴും ഈ ഡിഫറൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ലൈക്ക് ഇൻ മലയാളം യു ആക്ട് ഇൻ എ ഡിഫറെന്റ് വേ, ഇൻ തമിഴ്, ഇൻ തെലുങ്ക് യു ആക്ട് ഇൻ എ ഡിഫറെന്റ് വേ. ഫോർ ദൃശ്യം നോ? നോട്ട് റിയലി. പക്ഷേ ഇപ്പോ ഈ ആക്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കം വെരി ഡിഫറെന്റ്, വെരി What it used to be, യാ. സോ ഓൾ ഓവർ ഇപ്പം എല്ലാം ദേ വാണ്ട് ദറ്റ് നാച്ചുറൽ കൈൻഡ് ഓഫ് ആക്ടിംഗ് ആണ്. കൂടുതൽ ചെയ്താൽ ഇപ്പോഴും fake ആയി പോകും. അവരുടെ മാറും അല്ലേ? Yeah. ഓരോ സ്ഥലത്ത് ഞാൻ ഇത് പറയല്ല, പക്ഷേ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ വേറെയല്ലേ. അവരുടെ വസ്ത്രധാരണം, ഭക്ഷണ രീതി, അവരുടെ Cultural വീട്, and കൾച്ചർ expressions, എല്ലാം yeah. തെലുങ്കിൽ പോകുമ്പോൾ വരും. അതെല്ലാം ആർട്ട് ഫോമിലും റിഫ്ലക്റ്റ് ചെയ്യും. അതെ. അത് നമുക്ക് ഇവിടെയുള്ള കുറച്ചുകൂടെ സെറ്റിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഉം. ഇപ്പോൾ ഒരു വെറുതെ ഒരു മുണ്ടെടുത്ത് ഷർട്ട് എടുത്തിട്ട് പോയെന്ന് പറയാൻ അവർ కొంచెం ഭയങ്കര നല്ല രസമുള്ള ഷർട്ട്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഇയാൾക്ക് ഇത് ഇടാനുള്ള യാതൊരു പാങ്ങുമില്ല, പക്ഷെ എങ്ങനെ ഇട്ടിരിക്കുന്നു, മേക്കപ്പ് അതുപോലെയാണ്. അപ്പം ഇവർ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്നതല്ലേ. Yeah. അപ്പം അങ്ങനെ കറങ്ങി വന്ന് ഇവിടെ വന്നിട്ട് കുടുങ്ങിപ്പോയി. അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ഡെഫിനറ്റ്ലി മലയാളം ഇസ് വേ അബവ് ഓൾ, എന്താ പറയാ, മോർ ഓഫ് നാച്ചുറൽ യുനോ. ആൻഡ് എവിടെ ചെയ്താലും മലയാളത്തിൽ ചെയ്തതിന് ശേഷമാണ് യു ഗെറ്റ് ദാറ്റ് പ്രോപ്പർ ഓ ഷീസ് എൻ ആക്ടർ എന്ന് പറയുന്ന അംഗീകാരം. Okay. അത് നമ്മൾക്ക് മലയാളത്തിൽ ചെയ്താലേ കിട്ടും. മാത്രമല്ല ഇവിടെ കുറച്ചുകൂടെ നമ്മൾ വളരെയധികം ആക്ടിങ്ങിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. ഉം. എസ്പെഷ്യലി ഇങ്ങനെയുള്ള സിനിമയിൽ ഒരു റോങ് ലുക്ക് വന്നാൽ കഥ മാറി. ഉം. ഈ റാണി നമ്മളെ നോക്കുന്ന സമയത്ത് ഒരു ശകലം അല്ല, വളരെ സെറ്റിലാണ് റിയാക്ഷൻസ്. അപ്പോൾ അത് കൂടുതൽ മലയാളത്തിലെ ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കും, മറ്റവർ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല അല്ല, പറയുന്നത്. മനസ്സിലായി. വേറൊരു കുറച്ചുകൂടെ അപ്പോൾ ഇതിൻ്റെ റീമേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഈസിയാണ്. ഉം. അപ്പോൾ പല റീമേക്കുകളും അതേ ഷോട്ടുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഉം. അല്ലല്ല, അതിൽ ദോശയാണ് തിന്നതെന്ന് പറഞ്ഞാൽ ദോശ തന്നെ കൊടുക്കും. അതെ. അവർക്ക് വേണമെങ്കിൽ ഇഡലി കൊടുക്കാം, പക്ഷെ അങ്ങനെ മോശമായിട്ട് പറഞ്ഞല്ല. അത്രയും കെയർഫുൾ ആയിട്ടാണ് അവരും ഒരു റീമേക്കിനെ. ആൻഡ് എസ്പെഷ്യലി വളരെ സക്സസ്ഫുള്ളായ സിനിമ പലതും റീമേക്ക് ചെയ്തിട്ട് മോശമായി പോയിട്ടുണ്ട്. കാര്യം അതിൽ അവർ എന്തൊക്കെയോ ചേഞ്ചസ് വരുത്തി. നമ്മുടെ ഹിന്ദി സിനിമയിൽ തന്നെ അവർ ആ കൾച്ചറിലേക്ക് കൊണ്ടുപോകും. ഉം. ഇപ്പം ഇയാൾ അന്ന് ഒരു എന്താണ് ഒരു കാസറ്റ് കടയൊക്കെ നടത്തിക്കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ. അപ്പം അതിന് വേറൊരു ജോലി കൊടുക്കും. ഉം. പക്ഷെ ബാക്കി ഇമോഷൻസും ഫാമിലിയും ഒക്കെ വന്നിട്ടാണ്. ഈ തിയേറ്റർ റിലീസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരുപാട് റീ റിലീസുകൾ വന്നല്ലോ. അപ്പോൾ അതിനകത്ത് സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ, ചോട്ടാ മുംബൈ, രാവണപ്രഭു. ഞാൻ ചോട്ടാ മുംബൈ ഒക്കെ കവിതയിൽ പോയിട്ടാണ് കണ്ടത്. ഇത്ര ആഘോഷമായിട്ട് ഒരു പടം അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ പോയിട്ട് ആഘോഷിച്ച് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ചോട്ടാ മുംബൈയുടെ ഒക്കെ റീ റിലീസ് സാറ് പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇത് ആ വീഡിയോസ് കണ്ട സമയത്ത് കാണുന്ന ഭയങ്കര രസമുള്ള സിനിമയാണല്ലോ അത്. അതാണ് പറഞ്ഞത്, പുതിയ ജനറേഷനും ഇത്തരം സിനിമകളെ അക്സെപ്റ്റ് ചെയ്യുന്ന പറയുന്ന വലിയ കാര്യമാണ്. അപ്പോൾ റീ റിലീസ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഒരുപാട് അഭിജല സിനിമയും വന്നിട്ടുണ്ടാകും, നമ്മൾ ഏതാണെന്ന് പറയുന്നില്ല. അങ്ങനെ പക്ഷെ അതൊരു എല്ലാ സിനിമയ്ക്കും പറ്റുന്ന കാര്യമല്ല. അത് അന്നേ ആ സിനിമകൾ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമകളായിരുന്നു. ഈ ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്യണ സമയത്തെ ഇപ്പം നമ്മൾ വിചാരിക്കും ഇതിന് ഇത്രയായിരിക്കും വേവ് വരിക, ലൈക്ക് വാട്ട് എവർ കളക്ഷൻ നമ്പർ മാറിയിട്ട് അതുണ്ടാക്കിയൊരു എന്താ പറയാ തിയേറ്ററിൽ തന്നൊരു എക്സ്പീരിയൻസ് ഉത്സവം പോലെയായിരുന്നു. അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഇങ്ങനത്തെ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. അത് അവരൊരു ലാസ്റ്റിലല്ലേ അറിയുന്നത്, അവർ റീ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നു, പിന്നെ അവരെന്താ ചെയ്തിരിക്കുന്നതെന്നും നമുക്കറിയില്ല. അപ്പോൾ അതൊരു അറ്റംപ്റ്റ് ആണ്. അത് എല്ലാ സിനിമയും സക്സസ്ഫുൾ ആവില്ല.
അന്ന് ആ സിനിമ അന്നേ സക്സസ് ആണ്. യെസ്, അന്നായിരുന്നു. അപ്പം അത് പറഞ്ഞപ്പോൾ ദേവദൂതന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കാമല്ലോ. ഇപ്പം ഈ ചോട്ട മൂവി ആയിക്കട്ടെ, രാവണപ്രഭു, സ്ഫടികത്തിനൊക്കെ നമുക്കറിയാം ലൈക്ക് ഓഡിയൻസ് അങ്ങോട്ട് വരും എന്നുള്ളത് ഭയങ്കര ഉറപ്പാണ്. അപ്പം ദേവദൂതൻ മറ്റൊരു രീതിയിലുള്ള സിനിമയായിരുന്നു. അത് രണ്ടാമത് ഇറക്കിയ സമയത്ത് അതിനകത്തുള്ള അന്നത്തെ കാലത്ത് വളരെ കൊമേഴ്ഷ്യൽ ആവാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന പല സാധനങ്ങളടക്കം ഒഴിവാക്കിയിട്ടും ഇറക്കിയത്. അപ്പം സി ബി മലയിൽ സാർ തന്നെ അദ്ദേഹത്തിന് അത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ വിശാൽ കൃഷ്ണമൂർത്തി അവതരിപ്പിച്ച മോഹൻലാലിന് ദേവദൂതന്റെ വിജയം ലൈക്ക് ബാക്കി റീ റിലീസുകളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് വിജയം ഭയങ്കര സന്തോഷം തന്നിരുന്നു. തീർച്ചയായും അതൊരു വളരെ അന്ന് ആ സമയത്ത് ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിച്ച ഒരു സിനിമ. യെസ് യെസ്. അതെന്തുകൊണ്ട് ഓടിയില്ലെന്നുള്ളത് നമുക്ക് പറയാൻ അത്ഭുതമായിരുന്നു. ഏറ്റവും നല്ല പാട്ടുകളുള്ളതായിരുന്നു. അതിൻ്റെ അകത്ത് അതൊരു ഗോസ്റ്റ് സ്റ്റോറി അല്ലെങ്കിലും ഭയങ്കര പ്രണയത്തിന്റെ ഭയങ്കരമാണ്. വെൽ ഷോട്ട് ഫിലിം. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയും ഇതിന്റെ പ്രിന്റൊക്കെ അവിടെ ഭാഗ്യത്തിനുണ്ടായി. നമുക്ക് പല സ്ഥലത്തും ആർക്കൈവ്സ് അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും പ്രിന്റൊക്കെ പോയി കഴിഞ്ഞാൽ സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പം എല്ലാം ഡിജിറ്റലും ഒക്കെ ആയില്ലേ. അപ്പോൾ എല്ലാം ഒരുപാട് പേര് അത് ഡിജിറ്റലിലേക്ക് മാറ്റി. ചില സിനിമകളാണ് അങ്ങനെ സക്സസ്ഫുൾ ആകുന്നത്. ഈ നേരിനൊരു രണ്ടാം ഭാഗം ഉണ്ടാവില്ലെങ്കിലും വിജയമോഹൻ വേണമെങ്കിൽ തിരിച്ചു വരാം എന്നുള്ളത് സാറിക്ക് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഈ CBI ഡയറിക്കുറിപ്പിലൊക്കെ വരുന്ന പോലെ വേറൊരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാരക്ടർ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ശാന്തിയുടെ എന്തോ സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും ഉണ്ട്, സാധ്യതയുണ്ട്. പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റ് വന്ന് ലാൻഡ് ചെയ്യണം. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷെ എന്ന് വരും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇപ്പം അയാളും റിട്ടയർ ആകുന്നതിന് മുമ്പ് ചെയ്യണം. ഇതിനകത്ത് റിട്ടയർമെന്റ് ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എത്ര സമയം വേണമെങ്കിൽ എടുത്തിട്ട് പോവാം അല്ലേ. നേര് 3 അല്ലേ, ഇതാണ് നിങ്ങളുടെ പരിപാടി എന്ന് ആൾക്കാർ പറയും. ഓക്കെ. ഒറ്റ കാര്യം കൂടെ, സാറിൻ്റെ ലൈവ് പെർഫോമൻസ്, ഇപ്പം നാടകത്തിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ ഇപ്പോൾ പോലും സ്റ്റേജിൽ പാടുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ സിനിമയിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും പറയുന്നതാണ് നമുക്ക് നേരിട്ട് റിയാക്ഷൻ കിട്ടില്ല. പക്ഷെ നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ നേരിട്ട് റിയാക്ഷൻ കിട്ടും. അത് ഭയങ്കര ഹൈ തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ഏറ്റവും ടെൻഷനുള്ള കാര്യമാണ്. ഭയങ്കര ടെൻഷനാണ് ഒരു കാര്യം. എന്തൊക്കെ എല്ലാം ഒരുപാട് ഗാഡ്ജറ്റ്സിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ സംസ്കൃത നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷോസ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടർ ഞാനാണ്. എല്ലാ സിനിമയും പോലെ തന്നെയാണ്. അവിടെ കയറുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചിട്ടാണ്. എത്രയോ സ്ഥലങ്ങളിൽ എന്തൊക്കെ ആരും അറിയാതെ ഒരു വയറ് ചവിട്ടിയാൽ മതി, കഴിഞ്ഞു. പണ്ട് ഈ മണലിൻ്റെ അകത്തൂടെയൊക്കെയാണ് ഇരുന്നത്. അപ്പം ഇപ്പോൾ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഗാഡ്ജറ്റ്സിൽ നമുക്ക് വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തൊക്കെ കുഴപ്പങ്ങൾ വരാം, തെറ്റാം, ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പം അതൊരു ഭയങ്കര കിക്ക് തരുന്ന സംഭവം തന്നെയാണ്. നമുക്കൊരു അഡ്രിനൽ റഷ് ഉണ്ടാവും. അത് അങ്ങോട്ട് തുടങ്ങുമ്പോൾ മീനൊക്കെ ഒരുപാട് പ്രോഗ്രാം എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അല്ല, അത് അവിടെയും ഒരുപാട് അത് പിൽക്കാലത്ത് ആലോചിക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ട് മാറും. ചില ആൾക്കാർ നമ്മുടെ ഷോയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അയാൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു വലിയ ഷോ ഞാൻ രാജീവ് കുമാറായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വലിയൊരു പുതിയ ഈ ഒരു ഗാഡ്ജറ്റാണ് വന്നിരിക്കുന്നത്. അത് അതിൻ്റെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ പിന്നെ ബ്ലാക്ക് ഔട്ട് എന്നൊരു സ്വിച്ചിൽ അത് പിടിച്ച് ഞെക്കി ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ഇങ്ങനെ രണ്ടാമത് ലൈറ്റ്സ് എല്ലാം വേണ്ടേ. രാജീവ് പറയാണ് ദൈവമേ എന്ന് വിചാരിച്ചിട്ട് അയാൾ ആ ഇരുട്ടത്ത് ഏതിലോ പിടിച്ച് ഞെക്കി, അത് കറക്റ്റായിട്ട് ലൈറ്റ്. സോ ദാറ്റ് ഇസ് കോൾഡ് ദ ബ്ലെസ്സിങ്. അപ്പോൾ ഒരു വലിയ ചലഞ്ചിങ് ആണ് സ്റ്റേജ് ചെയ്യാന്ന് പറയുന്നത്. ഭയങ്കര പ്രിപ്പറേഷൻ വേണം, റിഹേഴ്സൽസ് വേണം. അപ്പോൾ അത് ആസ് എൻ ആക്ടർ നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഒരു രസമാണ് ഷോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഷോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും ഞാൻ ചെയ്യാൻ പോണ്. ഞാൻ ജർമ്മനിയിലൊരു ഷോ ചെയ്യുന്നുണ്ട്, ലണ്ടനിലൊരു ഷോ ചെയ്യുന്നുണ്ട്, അയർലൻഡിൽ ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ ചെയ്യുന്നുണ്ട്, ന്യൂസിലൻഡിൽ ചെയ്യുന്നുണ്ട്, മിഡിൽ. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ഇതാണ് അതിൻ്റെ രസം. എപ്പോൾ വേണേലും ജോർജ് കുട്ടിയെ പോലെയാണ്, എപ്പോൾ വേണേലും പിടിക്കപ്പെടാം, തെറ്റ് പറ്റാം. അതിൽ നിന്ന് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടു പോകാനുള്ള അതൊരു സുഖമാണല്ലേ. ഭയങ്കര ഇതാണ്. എലിമെന്റ് ഓഫ് റിസ്ക് കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കര പ്ലഷർ കിട്ടുന്നത്, ഒരു ഹരം. ഇപ്പോൾ സെറ്റിൽ ലാൽ സാർ ഭയങ്കര ഫണ്ണാണ്. നെസ്തേറിൻ്റെ അൻസിബയുടെ ഒക്കെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. നമ്മളിപ്പോൾ സ്മൃതിയാണ് അത് എടുത്തത്. അപ്പോൾ അതിനകത്ത് ലാൽ സാറ് AI ആയിരുന്നു ആ സെറ്റിൽ ലാൽ സാറിന് ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് കേട്ടു. കുരങ്ങനെ വെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ. ഈ ജോർജ് കുട്ടി ഇമ്മാതിരി ടെൻഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ്? ജോർജ് കുട്ടിയല്ലേ ടെൻഷൻ? ഒരു പക്ഷേ ജോർജ് കുട്ടിയുടെ ടെൻഷൻ നമ്മൾ ലഘൂകരിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ആയിരിക്കാം, അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാനിനി എന്നെക്കുറിച്ച് അത് പഠിക്കണം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, നമ്മളത് കുറച്ചുകൂടി ഈസ് ആകാനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് അവിടെ പോയി ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമായി മാറും. അങ്ങനെയല്ല, ഒരു ഷോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞതല്ല, അതിൽ നിന്നും നമ്മൾ
അങ്ങ് അതൊരു അപ്പിയറിങ് ആൻഡ് ഡിസപ്പിയറിങ് ടെക്നിക്ക് എന്നൊക്കെ പറയാം. അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് അത് കഴിയുമ്പോൾ അടുത്ത ഷോട്ട് ആകുമ്പോഴത്തേക്ക് പോയാൽ മതി. അങ്ങനെ ആദ്യം മുതലേ ആ ഒരു സിസ്റ്റത്തിൽ ഞാൻ പെട്ടുപോയി. AI ഭയങ്കര ഇഷ്ടമുണ്ട് ഇപ്പോഴത്തെ ഒരു ഇതിനായിട്ട്. ഇഷ്ടമൊന്നുമല്ല, അത് ഈ പിള്ളേരുടെ കൂടെ എന്തെങ്കിലും കാണിക്കാൻ, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടില്ല എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ എനിക്കൊരു കുഴപ്പമുള്ളത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഞാൻ എന്തെങ്കിലും തൊട്ടാ ചീത്തയായി. ഉണ്ട്, സത്യം. നമ്മൾ ഇവരുടെ അവിടെ ഇതല്ലേ ഇതൊക്കെ നോക്കുന്ന സാധനം എന്താണ് പറയുന്നത്, മോണിറ്റർ, സോറി. അവിടെ കുറച്ച് സമയം പോയി നിന്നാൽ അയാൾ പറയും സാറേ ഒന്നും മാറിയില്ല, അത് ചീത്തയായി. ഓറയുടെ പ്രശ്നം അല്ല, അതല്ല, ഒരു എന്തോ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്തോ ആണ്. എൻ്റെ ഫോൺ ചീത്തയാവും, ടെലിവിഷൻ ചീത്തയാവും. സൂപ്പർ പവറുകൾ കുഴപ്പമായി മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ ശരിയാണോ? ചോദിച്ചു എത്ര പ്രാവശ്യം നമ്മുടെ ഇത് പൊട്ടും. ഓക്കെ. ജസ്റ്റ് അവസാനം ഒരു മകള് സിനിമയിലേക്ക് വരാനുള്ളൂ. അപ്പോൾ നമ്മൾ തുടക്കം പോസ്റ്ററിൽ ജസ്റ്റ് സാറിൻ്റെ മുഖം ഇങ്ങനെ സൈഡിൽ കണ്ടു. അപ്പോൾ മകൻ നേരത്തെ സിനിമയിലേക്ക് വന്നു, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ഇപ്പോൾ ഡയസീരിയലൊക്കെ വരെ ചെയ്തു. അപ്പോൾ മകള് ആക്ഷൻ പരിപാടികൾ, ഫൈറ്റൊക്കെ ഒരുപാട് താല്പര്യമുള്ള ആളായിട്ടാണ് വരുന്നത്. അപ്പോൾ മകള് സിനിമയിലേക്ക് വരുമ്പോൾ അച്ഛൻ എന്നുള്ള നിലയിൽ ലൈക്ക് ഞാൻ അച്ഛനും മകൾ എന്നുള്ളതല്ല, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പിന്നെ നമ്മൾ സമ്മതം കൊടുക്കുന്നത്. അവർക്ക് സിനിമയിൽ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യട്ടെ. ഇനി അവരാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ല നമ്മൾ എന്നിട്ട് എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് വേറെ കാര്യമില്ല. ഷീ ഹാസ് ടു പ്രൂവ്. അവന് അപ്പുവൊക്കെ വളരെ കുറച്ച് സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അവന് സിനിമ ചെയ്യാതിരിക്കാൻ എങ്ങനെ പറ്റുമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അതുപോലെ അവരുടെ ഒരു ഡിസിഷനാണ്. അവർക്ക് ഒരു മാർഷ്യൽ ആർട്ട് പഠിച്ച കുട്ടിയാണ്, അപ്പം ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ശരി, ഇനി അത് എങ്ങനെയാവും എന്നുള്ളത് ഈശ്വരൻ്റെ കയ്യിലാണ്. എന്തെങ്കിലും പറഞ്ഞിരുന്നോ അഭിനയത്തെ പറ്റിയോ, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ഫീൽഡ് ഇങ്ങനെയാണ്? ഞങ്ങൾ എല്ലാവരും ജനിച്ച മുതൽ സിനിമയെക്കുറിച്ച് അറിയാവുന്നവരാണ്. പിന്നെ എൻ്റെ വൈഫ് അവർ വലിയ സിനിമ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അപ്പം സിനിമ മോശമായ കാര്യമൊന്നുമല്ല. അതിൻ്റെ ഏറ്റവും വി ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് അവർ ലൈഫ് എന്ന് പറയും. നിങ്ങളെ എങ്ങനെ ചിന്തിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു പ്രൊഫഷനും മോശമല്ല, അത്രയോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും ഇത്രയും വലിയൊരു മാജിക്കുള്ള സിനിമ, ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ലല്ലോ. അപ്പോൾ അതിൽ നിൽക്കുക, അതിൽ ഏറ്റവും സക്സസ്ഫുള്ളാകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഭാഗ്യം എന്ന് പറയുന്നൊരു വാക്കല്ല, അതൊരു റിലീജിയനാണ്, നിങ്ങളുടെ വേ ഓഫ് ലൈഫാണ്, നിങ്ങളുടെ ഡിസിപ്ലിനാണ്. ഇപ്പം ഞാൻ 48 വർഷമായി സിനിമ വന്നിട്ട്. അത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് പിൽക്കാലം ചിന്തിക്കാം. ഒരുപാട് സഫർ ചെയ്തിട്ട് നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കിക്കോളൂ, പൊളിറ്റീഷ്യനായാലും അല്ലെങ്കിൽ വലിയ ഡോക്ടറായാലും, അവരുടെ എത്രയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ആ ഫയർ വേണം, അല്ലേ? അല്ല ചുമ്മാ നാളെ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ പോലില്ല. എങ്ങനെയാണ് അഭിനയിക്കുന്നത് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതേക്കുറിച്ച് ആരും നമ്മൾ ചിന്തിക്കാറില്ല, പറയാറില്ല. അപ്പോൾ അതിനൊരു വലിയ ഡെഡിക്കേഷൻ വേണം. ഇപ്പം യേശുദാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിതം മുഴുവൻ സിനിമ പാട്ടിന് വേണ്ടി കൊടുക്കും. ഈ പാട്ടുകാരനെ പറ്റി പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവും, ജീവിതകാലം മുഴുവൻ ചിലപ്പം ചില ഡിഷസ് ഒന്നും, ഇപ്പം ഐസ്ക്രീം അങ്ങനത്തെ ചില സാധനങ്ങളൊന്നും കഴിച്ച് എല്ലാം കഴിക്കുന്ന പാട്ടുകാരുണ്ട്. ശ്രീ ബാലസുബ്രഹ്മണ്യം സാർ എന്ന് പറയുന്നത് ഐസ്ക്രീം എല്ലാം കഴിക്കും. അപ്പം അങ്ങനല്ല, അതും വേറെ ഡെഡിക്കേഷൻ. അപ്പം അങ്ങനെ ഇല്ലാതെ പറ്റില്ല. അപ്പം എൻ്റെ മകളോടായാലും ഇനി വരുന്ന കുട്ടികളോടായാലും അതിലൊരു ഫയറും ഡെഡിക്കേഷനും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ഒരാൾക്കും സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ അച്ഛൻ ഇതാണ്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞില്ല. യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്. ഏറ്റവും ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡല്ലേ എൻ്റർടൈൻമെൻറ്റ് ഏരിയ. അപ്പോൾ അതൊരു സക്സസ്ഫുള്ളായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ടായിരുന്നു 3 പേരോട് സംസാരിക്കാൻ. അപ്പോൾ ദൃശ്യം 3 നമുക്ക് എല്ലാവർക്കും ഹിറ്റാവുന്ന അറിയാം. സക്സസ്ഫുൾ ആവട്ടെ, നല്ല കാര്യമാവട്ടെ. എന്നിട്ട് നമുക്ക് ദൃശ്യം 4 നമുക്ക് വീണ്ടും കാണാം. ഓ ഷുവർ.